ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് പുതുശ്ശേരിയിൽ സുരഭി നഗറിൽ ഒരു സാന്താക്ലോസ് സഹിതമുള്ള ഒരു കരോൾ സംഘടിപ്പിക്കപ്പെട്ടു. അത് സംഘടിപ്പിച്ചത് പള്ളിയല്ല, ഇടവകയല്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനുപയോഗിച്ച ഡ്രമ്മിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരാണ് എഴുതി വച്ചിരുന്നത്. സാന്താക്ലോസിൻ്റെയൊക്കെ വേഷം വികൃതമായി കെട്ടിക്കൊണ്ടായിരുന്നു, ഒരു ആഭാസം തന്നെയായിരുന്നു. അവിടെ അശ്വിൻ രാജ് എന്ന് പറയുന്ന ഒരാൾ ഈ കരോൾ സംഘത്തെ ആക്രമിച്ചു, ഓടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ അശ്വിൻ രാജ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയാണ്, കാപ്പ കേസിലൊക്കെ പ്രതിയായിരുന്ന ഒരാളാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? അശ്വിൻ രാജിന് ഈ കരോളും സംഘവുമായിട്ട് പ്രത്യേക വിരോധമോ അതിനെ എതിർക്കുന്ന ഒരാളോ അല്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സാക്ഷാൽ ജീസസ് ക്രൈസ്റ്റ് തന്നെ ഈ അശ്വിൻ രാജിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഇവരെ കൈകാര്യം ചെയ്തു എന്ന് വേണം നമുക്ക് കരുതേണ്ടത്. ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം, ദേവാലയത്തെ ഒരു കച്ചവട കേന്ദ്രമാക്കിയവരെ ചാട്ടവാറ് കൊണ്ട് അടിച്ചോടിച്ചവരാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് ഭൂമിയിലുള്ളത്. ചാട്ടവാറ് വെച്ച് അടിച്ചോടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു ഗുണ്ടയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഇവരെ അടിച്ച് നാശമാക്കി തക്കതായ ശിക്ഷ കൊടുത്തു എന്ന് വേണം നമുക്ക് കരുതേണ്ടത്. ഏതായാലും ഈ സംഭവത്തോടു കൂടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചു, അവർ എല്ലാ സ്ഥലത്തും കരോൾ സംഘടിപ്പിക്കും, ആരുണ്ട് കാണട്ടെ എന്നുള്ളൊരു നിലയിൽ. ഈ അവസരം മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ 25,000 സ്ഥലത്ത് ഈ കരോൾ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ രണ്ട് കൂട്ടരുടെയും കരോളിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്നുള്ളത് കൊണ്ടും ഈ കരോൾ എന്ന മഹനീയമായ കൃത്യത്തെ അവഹേളിക്കുന്നത് ഒന്നാണ് എന്നുള്ളത് കൊണ്ടും ഏതായാലും ജീസസ് ക്രൈസ്റ്റ് തൻ്റെ ദൈവീക ശക്തി കൊണ്ട് ഈ രണ്ട് കൂട്ടരെയും ശിക്ഷിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.